കോട്ടയത്ത് പഞ്ചായത്ത് മെമ്പറായ യുവതിയെയും രണ്ട് പെൺമക്കളെയും കാണാനില്ലെന്ന് പരാതി. അതിരമ്പുഴ പഞ്ചായത്ത് അംഗമായ IC സാജനെയും മക്കളെയുമാണ് കാണാതായത്. ഭർത്തൃ വീട്ടുകാർക്കെതിരെ സ്വത്ത് തർക്കത്തിൽ യുവതി നേരത്തെ പരാതി നൽകിയിരുന്നു. കാണാനാവുന്നതിന് മുൻപ് പോലീസിനും ഭർത്തൃ വീട്ടുകാർക്കുമെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. ജോസി ബാബു ചേരുന്നു. ജോസി, ഇതെന്താണ് സംഭവിച്ചത്? എന്തെങ്കിലും സൂചന ലഭിച്ചിട്ടുണ്ടോ? ധന്യ, അതിരമ്പുഴ പഞ്ചായത്തിലെ 20-ാം വാർഡ് അംഗം IC സാജൻ, മക്കളായ അമേയ എന്നിവരെയാണ് കാണാതായത്. ഇന്ന് രാവിലെ മുതലാണ് ഇവരെ കാണാതായത്. ഏറ്റുമാനൂർ പോലീസിൽ ബന്ധുക്കളുടെ പരാതിയിൽ ഇപ്പോൾ പോലീസ് മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ IC സാജൻ രാവിലെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. പ്രത്യേകിച്ച് ഭർത്തൃ വീട്ടുകാർക്കെതിരെയുള്ള സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതിയും അതിൽ പോലീസ് ഇടപെടൽ കാര്യക്ഷമമല്ലായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. താനിപ്പോൾ കാണാതാകുന്നതിന് കാരണക്കാർ ഈ ഭർത്തൃ വീട്ടുകാരും പോലീസുമാണ് എന്നുള്ള ആരോപണമാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത്. ഇവരുടെ ഭർത്താവ് നേരത്തെ മരിച്ചു പോയിരുന്നു. അതേ തുടർന്ന് ഭർത്തൃ വീട്ടുകാരിൽ നിന്നും 50 ലക്ഷം രൂപ ഇവർക്ക് ജീവിത ചെലവിനായി ലഭിക്കണമെന്നുള്ള ആവശ്യം ഭർത്തൃ വീട്ടുകാർ അംഗീകരിച്ചിരുന്നു. പോലീസ് മധ്യസ്ഥതയിലായിരുന്നു ഇത് അംഗീകരിച്ചത്. പിന്നീട് ഈ പണം ലഭിച്ചില്ല. ഇത് പോലീസിന്റെയും ഭർത്തൃ വീട്ടുകാരുടെയും ഒത്തുകളിയാണെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇവർ ഈ ഫേസ്ബുക്ക് പങ്കുവച്ചിരിക്കുന്നത്. ഇവർക്ക് മൂത്ത ഒരു മകൻ കൂടിയുണ്ട്. ഈ കാണാതായ പെൺകുട്ടികൾക്ക് 13ഉം 14ഉം വയസ്സാണ് പ്രായമുള്ളത്. ഇവരുടെ മൊബൈൽ ഫോൺ തൃപ്പൂണിത്തുറ ഭാഗത്ത് വെച്ച് സ്വിച്ച് ഓഫ് ആയ നിലയിലുമാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും പോലീസ് ബന്ധുവീടുകളടക്കം കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. എന്തായാലും നിലവിൽ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. നമുക്കറിയാം, ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തന്നെയാണ് ജിസ്മോളുടെ മരണം ഉണ്ടായത്. അതോടൊപ്പം ഷൈനിയും മക്കളും പെൺമക്കളുമായി ജീവനൊടുക്കിയ സംഭവം. അത്തരത്തിൽ ഉള്ള സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ ജാഗ്രതയോടെയാണ് പോലീസ് ഈ കാര്യത്തെ സമീപിച്ചിരിക്കുന്നത്. ഈ കാര്യത്തിൽ പോലീസ് പറയുന്നത് അവരുടെ അന്വേഷണത്തിൽ മുമ്പും ഇവരുടെ പരാതി ആദ്യം ലഭിച്ചപ്പോൾ ഒരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടായിട്ടില്ല. എല്ലാ കാര്യത്തിലും ഇരു വീട്ടുകാരുമായി മധ്യസ്ഥ ചർച്ചകൾ നടത്തി എല്ലാ കാര്യത്തിലും ധാരണയായതാണ് എന്ന് പോലീസും പറയുന്നുണ്ട്. ധന്യ. ശരി ജോസഫ്.